നീ കൊച്ചിനെ കൊണ്ടങ്ങ് മാറിക്കൂ, അങ്ങനെ കണ്ണി പറഞ്ഞു. എന്നാ മമ്മി എന്താ വരാൻ? ദാസപ്പ, എന്താ അവന്റെ പേര്? ജോണിക്കുട്ടി. അവരെ വിളിക്ക്. വാ. എന്താ നിന്റെ പേര്? സാറാമ്മ. നിന്നോട് ചോദിച്ചോ? അവളോടല്ലേ ചോദിച്ചത്? ജോണിച്ചായ, നമുക്ക് തിരിച്ചു പോവാം. ഓരോരുത്തരോടും ആ സൈവർ കാണിച്ച കാര്യം കേൾക്കുമ്പോ എനിക്ക് പേടി തോന്നുന്നു. കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം നമ്മൾ അയാൾക്ക് കൊടുത്തു പോയില്ലേ ഒച്ചേ? പട്ടിണിയാണെങ്കിലും നാട്ടിൽ നമുക്ക് മനസമാധാനത്തോടെ കഴിയച്ചായ. നാട്ടിലേക്ക് തിരിച്ചു ചെന്നാ കയറി കിടക്കാൻ ഒരു കൂരയുണ്ടോ? കൊത്തിയും കിളച്ചും ജീവിക്കാൻ ഒരു തരി മണ്ണുണ്ടോ? നീ പേടിക്കണ്ട, ഞാനില്ലേ ഇവിടെ. ആരാ? ഞാനാ തമ്പ്ര. താമിയാ? എന്താ താമി? കുന്നത്ത് കളത്തി പന്നിയിറങ്ങി, എല്ലാരോടും വരാൻ വർക്കി തമ്പ്രാൻ പറഞ്ഞു. എന്റെ ഈശോയെ, ഇന്നലെ ഭാഗ്യ എഞ്ചിയ, അത് പോയ എല്ലാം തീരും. നീ കഥ അടച്ചു കിടന്നോ. കൊച്ചേ, 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 എന്നാ പറ്റി? എന്നൊന്നാണ് വന്നിക്ക. മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോരുത്തന്മാർ ഇറങ്ങി തിരിച്ചോളും. കാണുന്നിടത്തുനിന്ന് കിട്ടാവുന്നിടത്തുനിന്ന് ഒക്കെ കാശ് കടം വാങ്ങിക്കും. എന്നിട്ട് കൊടുക്കാൻ ഗതിയില്ലാതാവുമ്പോ കാണിക്കും ഇതുപോലുള്ള തന്തയില്ലായ്മ. കെട്ടി ഇറക്കണോ തോലയാനായിട്ട്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഈ നാട്ടിലെ പല പെൺകുട്ടികളെയും പോലെ സാറയ്ക്കും സൈവറിന്റെ വീടിനെ ആശ്രയിക്കേണ്ടി വന്നു.
അതൊക്കെ സൈബറുടെ ആൾക്കാരാ. നമ്മുടെ SP IG ക്ക് വരുമ്പോ ഇതുങ്ങളെ കൊണ്ടാ സൽക്കരിക്കുന്നേ. സൈബറിന്റെ ഒരു ഭാഗ്യം നമ്മുടെ സാറുമാരും. എനിക്കറിയാം എന്തോന്നാ കൊച്ചേട്ടൻ ഓർത്തോണ്ടിരിക്കുന്നെന്ന്. അവളെയല്ലേ സാറാമേ? സത്യം നീ പറഞ്ഞു, പക്ഷെ നീ വിചാരിക്കുന്ന പോലത്തെ കാര്യമൊന്നുമല്ല. അതാ ഇപ്പൊ കൂത്ത്. ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. എനിക്ക് എന്റെ കൊച്ചേട്ടനെ അറിയത്തില്ലയോ? ഓരോരുത്തരുടെയും ജീവിതം ഓരോ വഴിക്ക്, കായൽപ്പരപ്പിലെ പായൽക്കൂട്ടം പോലെ ഒഴുക്കിപ്പെട്ട് അങ്ങനെ പോവും. ഏതെങ്കിലുമൊക്കെ കരക്കടുത്തും അടുക്കാതെ. പിള്ളേച്ചനോ? എന്താ പിള്ളേച്ച ഉറങ്ങിയില്ലേ? ഡോക്ടർ എന്ത് പറഞ്ഞിട്ട് ജാനു? 1 മാസത്തേക്ക് മരുന്ന് തന്നു. കണ്ണ് ഇതുവരെ ഭേദമായില്ലേ? ഏത് ഡോക്ടറെ കണ്ടത്? ചങ്ങനാശ്ശേരിയിലെ നമ്മളെ ഡോക്ടർ KS നേരെ. പിള്ളേച്ച പോന്നു കുറച്ചേറെ. എങ്ങനെയുണ്ട് പിള്ളേച്ച വയനാട്? നല്ല സ്ഥലാ. നമ്മുടെ നാട്ടിൽ നിന്നും പാലാ തൊടുപുഴ കുടിയേറിയവരാ കൂടുതലും. ഈ പത്രത്തിൽ കാണുന്ന പോലെ നക്സലൈറ്റ് കൊള്ളക്കാരുടെ ശല്യം ഉണ്ടോ? നളിനാക്ഷ അവരങ്ങനെ കൊള്ളക്കാരൊന്നുമല്ല. ചൂഷിതരുടെ മോചനം മാത്രമാണ് അവരുടെ ലക്ഷ്യം. സത്യത്തിൽ വയനാട്ടിലെ കർഷകരും തൊഴിലാളികളും നിരന്തരമായിട്ടുള്ള ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അവകാശ സമരത്തിന് വേണ്ടി വലിയൊരു സായുധ വിപ്ലവം ആവിഷ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അയ്യോ, രവീന്ദ്രൻ കൊച്ചേട്ടൻ ഇത് എവിടുന്ന് പഠിച്ചു? സാംബശിവന്റെ കഥാപ്രസംഗം പോലത്തെ വർത്താനം. പറഞ്ഞു. ആരൊക്കെ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു? എടോ, തന്നോടല്ലേ ചോദിച്ചത്? അത് മുതലാളി ഇവിടെ ആയിരുന്നു. ആരായിരുന്നോ ഇന്നലെ രാത്രി കൂടെ? അത് ചത്തുപോയ പൗലോസിന്റെ പെമ്പളയാ. വിളിക്കടോ എല്ലാരെയും. നിന്റെ പേരെന്താ? റോസമ്മ. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, പിന്നെ ഒരു കുട്ടി. കെട്ടിയവൻ മരിച്ചുപോയി. എത്ര കാലം മുമ്പ്? എങ്ങനെ? 3 വർഷം മുമ്പ് തൂങ്ങി മരിക്കായിരുന്നു. ഇന്നലെ രാത്രി നീ ഇവിടെ ഉണ്ടായിരുന്നോ? തമ്പ്ര, തമ്പ്ര.
നിത്യവൃത്തിക്ക് ഗതി തേടി വന്ന കർഷക കുടുംബങ്ങളെ നീ അനാഥമാക്കി. ഞങ്ങളുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും മാനം നീ പെരുവഴിയിലിട്ട് ചവിട്ടി അരച്ചു. കൊന്നും നിന്നും നീ 10 പേരെ നിറച്ചു. ഈ നാടിന്റെ മോചനത്തിനായി ഞങ്ങൾ നിനക്ക് വധശിക്ഷ വിധിക്കുകയാണ്. ഇൻകുലാബ് സിന്ദാബാദ്.